ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബായ്. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴുകിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കണം. അപ്പോൾ നമുക്ക് കഴുകാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് ആദ്യം മുറിച്ചിടുക. അതിനുശേഷം മീറ്റൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സവാള വേണം, തക്കാളി വേണം, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് എന്നിവ വേണം. അപ്പോൾ നമ്മൾ ചിക്കൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റേതിൽ മീറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് എടുത്താൽ മതി. ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ആവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ അത് കുറച്ച് അധികം ചേർക്കുന്നതാണ് നല്ലത്. ഒരു 4-3 സ്പൂണ് ചേർക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചിക്കൻ മസാലയാണ്. അതും ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ 2 സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇടാം കുറച്ച്. ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കനിൽ മീറ്റ് നന്നായി പിടിക്കണം. ഇതേപോലെ നന്നായി പിടിക്കണം. അപ്പം നമ്മളെ മീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സവാള മുറിച്ചിട്ടു. സവാള ഇതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ തക്കാളി മുറിച്ചിട്ട് കഴിഞ്ഞു. അപ്പം നമ്മൾ ഉള്ളി വാട്ടാനുള്ള പാത്രം അടുപ്പ് വെക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കണം. നമ്മൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചിരുന്നു മിക്സിയിൽ. അത് ഒന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി പേസ്റ്റ് രൂപത്തിൽ ആവാതിരിക്കുക. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ രൂപത്തിലാകുന്നത് വരെ നമുക്കൊന്ന് അപ്പോൾ ഇത് അത്യാവശ്യം ഒന്നായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇപ്പം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് കൂടി ഇളക്കാം. നമുക്ക് ഇതൊന്ന് ബ്രൗൺ രൂപത്തിൽ ആകുന്നവരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം.
അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ബ്രൗൺ രൂപത്തിലായി വരുന്നുണ്ട്. ഇതായതിനു ശേഷമാണ് നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് ഒരു ബ്രൗൺ രൂപത്തിൽ ആയി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. അപ്പം നമ്മളെ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി ഇടുമ്പോൾ മുറിച്ച് വെച്ച തക്കാളി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കാം. അധികം കരിയാതെ വേണം ഇളക്കാൻ. ഇനി നമ്മൾ മീറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി നമ്മൾ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഇളക്കണം. നന്നായി ഇളക്കിയെടുക്കുകയാണ് നമ്മൾ. തീ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. ഇപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്യണം. മല്ലിച്ചപ്പാണ്. അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി നേരത്തെ ചെയ്തതുപോലെ ഇളക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആയതുകൊണ്ട് രസത്തിന് വേണ്ടി ഉരുളക്കിഴങ്ങ് ഇടുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം നേരത്തെ എല്ലാത്തിനും ചെയ്തതുപോലെ ഒന്ന് ഇളക്കാം. അതൊക്കെ ഒന്ന് ഉരുളക്കിഴങ്ങിൽ മീറ്റൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഇളക്കണം. എന്നാലേ ഒന്ന് ഉരുളക്കിഴങ്ങിൽ മീറ്റ് പിടിക്കൂ. അപ്പോൾ ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് സമയം മൂടി വെക്കാം. അപ്പോൾ മച്ചാന്മാർ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി പുകയുണ്ട്. ക്യാമറയിലൊന്നും കാണുന്നില്ല. ഇതാ നന്നായി വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഓക്കെയാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്കൊന്ന് നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്ത് ആഡ് ചെയ്യണം. അപ്പോൾ പാൻ ചൂടാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കൊത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് വേണ്ട വിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മളെല്ലാത്തിലും ഇളക്കിയതുപോലെ ഒന്ന് ഇളക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഇളക്കണം. അപ്പോൾ ഇത് കേസ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ചോറിൻ്റെ പരം
അടിക്കാം. മൂടി വെക്കാണ്, ഞാൻ ചോറെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാൻ വരുന്നത് ആര്യകൃഷ്ണയും പിന്നെ ലിയ കൃഷ്ണയുമാണ്. അപ്പം നമ്മൾ ചോറ് എടുക്കുകയാണ്. ചോറിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ കറിയും ഒഴിച്ച് ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇതാണ് ലിയ കൃഷ്ണ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.